ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജി എസ് ടിയെക്കുറിച്ചാണ്. ജി എസ് ടി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഒരു തരം ടാക്സ്. ജി എസ് ടി എന്ന് പറയുമ്പോൾ ജി എസ് ടിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി. അപ്പോൾ ഈ മൂന്ന് ടാക്സുകളും ഏതൊക്കെ സാഹചര്യത്തിലാണ് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് എന്ന് നോക്കാം. ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് പർച്ചേസും സെയിലും. ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസോ സെയിലോ നടത്തുന്നതെങ്കിൽ അവിടെ വരുന്ന രണ്ട് ടാക്സാണ് എസ് ജി എസ് ടിയും സി ജി എസ് ടിയും എന്ന് പറയുന്നത്. അവിടെ സെൻട്രലിനും സ്റ്റേറ്റിനും നമ്മൾ പ്രത്യേകം ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇനി സാധനങ്ങളും സേവനങ്ങളും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് പർച്ചേസോ സെയിലോ നടത്തുന്നതെങ്കിൽ അവിടെ വരുന്ന ജി എസ് ടി എന്ന് പറയുന്നത് ഐ ജി എസ് ടി ആണ്. ഇതിനോടൊപ്പം തന്നെ പറയട്ടെ, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ കയറ്റി വിടുകയാണെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു സാധനമോ സേവനമോ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഇമ്പോർട്ട് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ഈ ചാനലും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.